ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഉള്ളില് വരുണോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? മുത്തശ്ശി, മുത്തശ്ശി, എണീക്കൂ, എണീക്കൂ മുത്തശ്ശി. നീ ഇതങ്ങോട്ട് പോവാ? അതെ, ഞാൻ പോവല്ല, വന്നതാ. എവിടുന്ന്? ഞാൻ ഇതിനിടയ്ക്കൊന്ന് നാട് വിട്ടു പോയി. നാട് വിടുകയോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതേ മുത്തശ്ശി, എനിക്ക് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഞാനേ എവിടേക്കെങ്കിലും പോവാന്ന് കരുതി. ഞാനിവിടെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് കാലിത്തോട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാ പോയത്. എടാ, പിന്നെ ഞാനങ്ങ് തിരിച്ചു പോന്നു. പറയാണ്ട് പോയെങ്കിലും എന്നെ പിരിഞ്ഞങ്ങ് പോവാൻ പറ്റില്ല നിനക്ക്, അല്ലേ? അയ്യടാ, അതുകൊണ്ടൊന്നുമല്ല. അതെ, ഞാൻ പുറത്തിറങ്ങുമ്പോ ദൈവം കാണിച്ചു തന്നതുപോലെ ഒരു തെളിവ് എനിക്ക് കിട്ടി. എന്ത് തെളിവ്? അയാള് നമ്മുടെ രാധിക പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക മുത്തശ്ശി. ആ, എന്നെ പിരിയാൻ പറ്റില്ലെന്ന് തന്നെയാ അയാൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എന്നോട് ഒന്നിച്ച് ജീവിക്കണം തന്നെയാ പറയുന്നത്. ഈ രാധികയുടെ അച്ഛനൊരു തടസ്സമായിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടെ പോരുമായിരുന്നെന്നും പറഞ്ഞു. എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? ഇല്ല, അയാൾ പറഞ്ഞൊന്നും ഞാൻ അറിഞ്ഞെന്ന് കരുതണ്ടല്ലോ. സംസാരിക്കാതിരുന്നാ നന്നായി. ഇനിയിപ്പോ എങ്ങനെയാ, നീ നാട് വിട്ട് പോകുന്നുണ്ടോ? ആര് പോകുന്നു? ഇനി എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവില്ല. എന്റെ പെണ്ണെന്നെ കാത്തിരിക്കുമ്പോ ഞാൻ പോവില്ല. എനിക്കെന്താ പ്രാന്തുണ്ടോ? അയ്യടാ, നിന്റെ പറച്ചില് കേട്ടാ തോന്നുമല്ലോ ഞാൻ നാട് വിട്ട് പോവാൻ പോവാണെന്നും നീ എന്നെ ഉപദേശിക്കാതിരിക്കുകയാണെന്നും. അതെ, എന്റെ എല്ലാ നിരാശയും മാറി മുത്തശ്ശി. ഞാൻ നല്ല ഹാപ്പിയാ. ഇനിതേ എത്ര കാലം വേണമെങ്കിലും ഞാൻ അയക്കൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാ. ഇതല്ലേടാ കഴുതേ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴെങ്കിലും നീ അത് ഉറപ്പിച്ചല്ലോ. ഇനി നീ പേടിക്കണ്ട. നല്ലൊരു സമയം നോക്കി പരമേശ്വരനോട് ഈ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ അവൻ തള്ളിക്കളയില്ല. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായിരിക്കുന്നതൊക്കെ അതിന്റെ ആചാരമോ വ്യവസ്ഥയോ അനുസരിച്ച് മാറ്റിയതിനു ശേഷം രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. മതിയോ? ഇതും പറഞ്ഞ് നീ ഉറങ്ങാൻ പോയിട്ട് നീ വേറെ വല്ലതും തീരുമാനിക്കോടാ. അതിന് ഞാൻ പോകുന്നില്ലെങ്കിലോ? ഇന്ന് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് കിടക്കാൻ പോവാ. അതെ, എല്ലാ തടസ്സങ്ങൾക്കിടയിലും മുത്തശ്ശിയെ പോലെ ഒരാളെ എനിക്ക് തന്നല്ലോ. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ. പറഞ്ഞിട്ടെന്താ, നിന്നെ അത്ര ഇഷ്ടമായി പോയില്ലേടാ. അവളും വന്ന് അങ്ങ് മനസ്സിൽ ചേക്കേറി. പിന്നെ എന്ത് ചെയ്യാനാ?